ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 12 ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്ന പാഠഭാഗത്തിലെ 193 മുതൽ 198 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററിയിൽ ലിറ്റററി സോഴ്സസ്, ട്രാവലോഗ്സ്, ഓട്ടോബയോഗ്രഫീസ് ആൻഡ് ബയോഗ്രഫീസ്, ന്യൂസ് പേപ്പർ എന്നിവയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ചില സോഴ്സസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. Question number 44. Why is local observation essential for the writing of local history? പ്രാദേശിക ചരിത്ര രചനയ്ക്ക് പ്രാദേശിക നിരീക്ഷണം അനിവാര്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ: ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കണ്ടക്ട് എ ലോക്കൽ വിസിറ്റ് ആൻഡ് ഒബ്സർവേഷൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിവേഴ്സിറ്റീസ് ഓഫ് ഏരിയ where a local community exists, its geographical features, directions, flora and fauna, watershed and agricultural practices. ഒരു പ്രാദേശിക സമൂഹം നിലനിൽക്കുന്ന ഭൂപ്രദേശം, അവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ, ദിക്ക്, സസ്യജന്തുജാലങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കൃഷിരീതികൾ തുടങ്ങിയ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാദേശിക നിരീക്ഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഇൻഫോർമേഷൻസ് വി ക്യാൻ ഫൈൻഡ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ത്രൂ ലോക്കൽ ഒബ്സർവേഷൻ? പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്രം എഴുതാൻ നമുക്ക് കണ്ടെത്താനാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, language, literature, art, entertainment, travel, communication. Next one, what is oral history? What is its significance in the writing of local history? എന്താണ് വാമൊഴി ചരിത്രം? പ്രാദേശിക ചരിത്ര രചനയിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ആൻസർ: oral history is the memories collected from a generation that has direct experiences. It is essential to have oral description to collect information on institutions, transport facilities, style of dressing and food culture of a locality, to write the history of that place. These memories help us to analyze the practices that existed in the society and the changes that were effected in due course. നേരനുഭവങ്ങളുള്ള തലമുറയിൽ നിന്ന് സ്വീകരിക്കുന്ന മൊഴികളാണ് വാമൊഴി ചരിത്രങ്ങൾ. ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, വസ്ത്രധാരണ രീതി, രുചിശീലങ്ങൾ തുടങ്ങി ചരിത്രരചനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ വാമൊഴി വിവരണങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിൽ നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളും വിശകലനം ചെയ്യാനായിട്ട് ഈ ഓർമ്മകൾ നമ്മെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഹിസ്റ്ററി റൈറ്റിംഗ്? ആൻസർ: സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് ഡോക്യുമെൻറ്റ്സ്, ഗസറ്റ് രേഖകൾ, കോർട്ട് ഡോക്യുമെൻറ്റ്സ് അതായത് കോടതി രേഖകൾ, സർവേ റിപ്പോർട്ട്സ്, ദെൻ ടാക്സ് ഡോക്യുമെൻറ്റ്സ് അതായത് നികുതി രേഖകൾ, പോലീസ് റിപ്പോർട്ട്സ്, ദെൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന രേഖ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ തിങ്സ് ടു ബി നോട്ടഡ് ഇൻ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? പ്രാദേശിക ചരിത്ര രചനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഭൂപ്രകൃതി, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ചരിത്ര സ്മാരകങ്ങൾ, ഒക്യുപ്പേഷൻ ഓർ മീൻസ് ഓഫ് ലിവിംഗ് ഉപജീവന മാർഗം, സർവൈവൽ മോഡൽസ് അതിജീവന മാതൃകകൾ, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സാംസ്കാരിക സ്ഥാപനങ്ങൾ, ലാൻഡ് റിലേഷൻസ് ഭൂബന്ധങ്ങൾ, പാട്രിയോട്ടിസം ദേശീയബോധം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസനവും, ദെൻ ബിബ്ലിയോഗ്രഫി ഗ്രന്ഥസൂചി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബിബ്ലിയോഗ്രഫി? എന്താണ് ഗ്രന്ഥസൂചി എന്ന് പറയുന്നത്? ആൻസർ: ബിബ്ലിയോഗ്രഫി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് എൻഷുവേഴ്സ് ദ ഒതൻറ്റിസിറ്റി ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ്. This is a detailed list of all sources used for writing history. The bibliography is usually given at the end of the study. ചരിത്ര രചനയുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഗ്രന്ഥസൂചി. ചരിത്ര രചനയ്ക്കായി ഉപയോഗിച്ച എല്ലാ സ്രോതസ്സുകളുടെയും വിശദമായ പട്ടികയാണിത്. പഠനത്തിൻ്റെ അവസാന ഭാഗത്താണ് ഗ്രന്ഥസൂചി നൽകുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഷുഡ് ബി ദ സ്ട്രക്ചർ ഓഫ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? പ്രാദേശിക ചരിത്ര രചനയുടെ ഘടന എങ്ങനെയായിരിക്കണം? ആൻസർ: ഫസ്റ്റ് വൺ, ടൈറ്റിൽ അതായത് തലക്കെട്ട്, ദെൻ കണ്ടന്റ് ഓർ ഡിക്ലറേഷൻ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഉള്ളടക്കം അല്ലെങ്കിൽ കുട്ടിയുടെ പ്രസ്താവന, സർട്ടിഫിക്കറ്റ് സാക്ഷ്യപത്രം, അക്നോളജ്മെൻറ്റ് നന്ദി പ്രസ്താവന, ഇൻട്രൊഡക്ഷൻ ആമുഖം, ചാപ്റ്റേഴ്സ് അധ്യായങ്ങൾ, കൺക്ലൂഷൻ ഉപസംഹാരം, റെഫറൻസസ് ദാറ്റ് മീൻസ് നെയിംസ് ഓഫ് ദോസ് ഹൂ വർ ഇൻ്റർവ്യൂഡ്, പ്ലേസസ് വിസിറ്റഡ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര അതായത് പരാമർശങ്ങൾ, അഭിമുഖത്തിൽ പങ്കെടുത്തവരുടെ പേര്, സന്ദർശിച്ച സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവ. ദെൻ അപ്പൻഡിസസ് ഫോട്ടോസ്, സോങ്സ്, ക്വസ്റ്റിനെയർ അതായത് അനുബന്ധങ്ങൾ, ഫോട്ടോകൾ, പാട്ടുകൾ, ചോദ്യാവലി തുടങ്ങിയവ. ലാസ്റ്റ് വൺ, ബിബ്ലിയോഗ്രഫി അതായത് ഗ്രന്ഥസൂചി. നെക്സ്റ്റ് വൺ,
വാട്ട് ആർ ദ എയിംസ് ഓഫ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി? പ്രാദേശിക ചരിത്രം എഴുതുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ: ഫൈൻഡിംഗ് ദ ചേഞ്ചസ് ദാറ്റ് കണ്ടിന്യൂസ്ലി ഹാപ്പൻ ഇൻ ലൈഫ്, ഫോർമുലേറ്റിംഗ് വേസ് ടു ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഷെയറിംഗ് ദ ഫ്യൂച്ചർ ജനറേഷൻസ് എ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ പ്ലേസ് ആർ ദ എയിംസ് ഓഫ് റൈറ്റിംഗ് ലോക്കൽ ഹിസ്റ്ററി. ജീവിതത്തിൽ നിരന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ടെത്തുക, ഭാവിയിലേക്കുള്ള വഴികൾ രൂപപ്പെടുത്തുക, വരും തലമുറകൾക്ക് നാടിൻ്റെ ചരിത്രം പകർന്നു കൊടുക്കുക തുടങ്ങിയവയാണ് പ്രാദേശിക ചരിത്ര രചനയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി എക്സാംസ് ആണ് വരുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാംസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.